ഹലോ ഗുഡ് നൈറ്റ്സ്. ഇന്നലെയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ അവസാന T20 മത്സരം. ഗാബയിലായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള 5ാം T20 മത്സരം നടന്നത്. മത്സരം മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. പതിപോലെ ടോസ് നഷ്ടമായി ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് നൽകിയായിരുന്നു. ഓപ്പണിംഗ്സായ ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മയും നല്ലൊരു തുടക്കം തന്നെയായിരുന്നു ഇന്ത്യക്ക് നൽകിയത്. ഏകദേശം 5 ഓവറിലെത്തി നിൽക്കുമ്പോഴാണ് മഴയില്ലാതെ വന്നത്. ലൈറ്റ്നിങ് ആയിരുന്നു. ലൈറ്റ്നിങ്ങിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മഴയുടെ വരവ്. മഴ ഒന്നുകൂടി കളി റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയായിരുന്നു. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും കൂടി നല്ലൊരു തുടക്കമായിരുന്നു. കൂടുതൽ നന്നായി ആക്രമിച്ച് കളിച്ചത് ശുഭ്മാൻ ഗില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈയിടെയുണ്ടായ വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്. അഭിഷേക് ശർമ്മയെക്കാളും സ്ട്രൈക്ക് റേറ്റ് പോലും ശുഭ്മാൻ ഗില്ലിനായിരുന്നു. 183 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഒപ്പത്തിനൊപ്പം നിന്നു. മത്സരത്തിനിടെ അഭിഷേക് ശർമ്മയുടെ 2 ക്യാച്ചാണ് ഓസ്ട്രേലിയൻ ഫീൽഡേഴ്സ് പഴകിയത്. അതിൽ ഒരെണ്ണം മാക്സ്വെല്ലാണ്. മാക്സ്വെല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ക്യാച്ചൊക്കെ മിസ്സാവുന്ന പറഞ്ഞാൽ വളരെ ഭയമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്യാച്ച് പഴകിയത് ഓസ്ട്രേലിയൻ ബോളറായ ഡോർഷ്യസ് ആണ്. ഫീൽഡേഴ്സ് ഇങ്ങനെ ഒരു ക്യാച്ച് മിസ്സാവുന്നതൊക്കെ വളരെ ഭയമായ നടക്കുന്ന സംഭവമാണ്. നല്ലൊരു സ്കോറിലേക്കായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നീങ്ങിക്കൊണ്ടിരുന്നത്. ബട്ട് മഴ കളി തടസ്സപ്പെടുത്തി. കളി പുനരാരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് ഇന്നലത്തെ മത്സരത്തിലൂടെ അവസാനിച്ചു. പരമ്പര ഇന്ത്യ 2-1 സ്വന്തമാക്കി. ഇനി സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തോട് കൂടിയാണ് അടുത്ത സീരീസ് ആരംഭിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനുമായി കളിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. നവംബർ 14 മുതലാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയും ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലുള്ള ടെസ്റ്റ് വിശേഷങ്ങളുമായി വീണ്ടും